ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പഴയ ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് ഒരു കുഞ്ഞു കറക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. നമ്മൾ ഈ പ്രാവശ്യം ക്രിസ്മസ് വെക്കേഷൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ദേവാക്കി ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എക്സാം സ്റ്റാർട്ട് ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഒട്ടുമിക്ക ആൾക്കാരും നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു ദേവായം കൊണ്ടൊന്ന് സ്നോ സിറ്റിയിൽ പോകാമെന്ന്. ദേവ കുറച്ച് ദിവസമായിട്ട് മഞ്ഞിൽ കളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്നോ സിറ്റി വരെ വന്നതാണ്. സ്നോ സിറ്റിയിൽ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു സമയത്ത് നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഞങ്ങൾ 12 മണിക്കുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോരോ സെക്ഷൻ ആയിട്ടാണ്, ഓൺലൈൻ ആയിട്ടാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ബുക്ക് ചെയ്യുന്ന 3 പേർക്ക് 500 രൂപയ്ക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 10:45 ആയപ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മുടെ വീടിനടുത്തുനിന്ന് 1 മണിക്കൂർ ഇല്ല, ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ 1 മണിക്കൂറിന് മുമ്പ് തന്നെ എത്തും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അവിടെ ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ അവിടെ ലോക്കറിൽ തന്നെ സൂക്ഷിക്കാം കേട്ടോ. അപ്പം ലോക്കറിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലോക്കർ എടുക്കണം. അപ്പം അതിനൊരു 50 രൂപയും കണ്ടായിരുന്നു തോന്നുന്നു ചാർജ്. 50 രൂപ കൊടുത്ത് നമ്മൾ ഒരു ലോക്കർ എടുക്കണം. പിന്നെ നമുക്ക് ഫോൺ അകത്തേക്ക് കയറ്റണം എന്നുണ്ടെങ്കിലും നമ്മളവിടെ സെപ്പറേറ്റ് പേ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ അവർ ഫോൺ അകത്തേക്ക് കയറ്റാനായിട്ട് സമ്മതിക്കത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനും ഞങ്ങൾ 50 രൂപ പേ ചെയ്തായിരുന്നു കേട്ടോ. നമ്മൾ ഉള്ളിൽ കയറിയിട്ടാണ്. നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും സൈസിനനുസരിച്ചിട്ടുള്ള ബൂട്ട്, ജാക്കറ്റ്, ഈ കാര്യങ്ങളൊക്കെ അവർ, പിന്നെ ഗ്ലൗസ്, ഇതൊക്കെ നമുക്ക് അവർ തരും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് അവർ തന്നിട്ടുള്ള ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോകുമ്പോൾ നമുക്ക് സോക്സ് നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. സോക്സ് വേണം. സോക്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബൂട്ട് മാത്രം ഇട്ടിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ സോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇൻസ്ട്രക്ഷൻസിനകത്ത് പറയാറുണ്ട് സോക്സും നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കുറേ നേരം നല്ലതായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ദേവ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ളതും, പിന്നെ ഇതേപോലെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരാനുള്ളത്, ഇങ്ങനെ മുകളിലേക്ക് കയറാനുള്ളതും ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഇഗ്ലു അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇഗ്ലുവിനകത്തോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ അത് വേറൊരു ഫീലായിരുന്നേ. ഈ ഇഗ്ലുവിനകത്തോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ അവിടെ നല്ല നമുക്ക് ചെറിയ ചൂടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും മഞ്ഞൊക്കെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നേരം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ലാസ്റ്റൊക്കെ ആവാറായപ്പോഴത്തേക്ക് നല്ലതായിട്ട് തണുത്തു കേട്ടോ. തണുത്ത് വിറയ്ക്കാനായിട്ട് തുടങ്ങി. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് നേരം വേണമെങ്കിൽ ഇപ്പുറത്തോട്ട് കയറി നിന്നിട്ട് പിന്നെ നമുക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. 1 മണിക്കൂറാണ് നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ലാസ്റ്റ് ആവാറാകുമ്പോഴത്തേക്കും അവർ നമുക്ക് ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് തരും. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ദേവക്കൂട്ടം നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവയുടെ കാലിൻ്റെ ആ ബൂട്ടിനിടയിലൂടെ ഐസ് കയറിയിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ ഐസിനകത്ത് കിടന്നിങ്ങനെ കളിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ബൂട്ടിനകത്ത് ഐസ് കയറി. അപ്പോൾ നമ്മൾ കാലിനകത്ത് ഐസ് കയറിയത് അറിയുന്നില്ല. മൊത്തം തണുത്തിരിക്കുകയല്ലേ, അപ്പോൾ അകത്താണോ പുറത്താണോ എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ദേവാക്ക് കാല് നന്നായിട്ട് തണുത്തിങ്ങനെ മുള്ളു കൊള്ളുന്ന പോലെ വേദന എടുക്കാൻ തുടങ്ങി. അപ്പം നമ്മളിങ്ങോട്ട് മാറി ബൂട്ടൊക്കെ ഊരി നോക്കിയപ്പോഴാണ് ദേവയുടെ കാലിൻ്റെ ആ ബൂട്ടിനിടയിൽ ഐസ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ ഇറങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി. എന്നിട്ട് നമ്മളൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ചായയൊക്കെ കുടിച്ച് ചെറുതായിട്ടൊരു സ്നാക്സും ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ പോവാണ്. അപ്പോൾ ഇവിടെ മുകളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സെക്ഷനും കൂടി ഉണ്ട്. നമ്മൾ അവിടെ കയറിയില്ല, കാരണം ഞങ്ങൾ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മൂവി കാണാനായിട്ട് പോകണമായിരുന്നു. അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിനിക്സ് മാളിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫിനിക്സ് മാളിലേക്ക് വിട്ടു കേട്ടോ. ഞങ്ങളൊരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ 3:15 ആയപ്പോഴത്തേക്കും ഞങ്ങൾ മാളിലെത്തിയിരുന്നു. അവിടെ ചെന്നിട്ട് കുറച്ച് നേരം ആ ഗെയിം സെക്ഷനിലൊക്കെ നിന്നിട്ട് പിന്നെ പോയി മൂവി കണ്ടു കേട്ടോ. അങ്ങനെ മൂവിയൊക്കെ കണ്ട് നല്ല മൂവിയായിരുന്നു. ദേവ മുഫാസ കാണണമെന്ന്, മുഫാസയുടെ ആദ്യത്തെ പാട്ടൊക്കെ ദേവ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടുത്തത് വന്നപ്പം അത് കാണണമെന്ന് അവൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പോയി കണ്ടത്. നല്ല മൂവിയായിരുന്നു കേട്ടോ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കണ്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ദേവാക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാനായിട്ട് കയറി കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാളിൽ.
അങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഇവിടെ നല്ല രീതിയിൽ തന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെയാണ് കേട്ടോ, അടിപൊളിയായിട്ട് അവർ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി അതൊക്കെ കുറച്ച് നേരം കണ്ട് അങ്ങനെ ഞങ്ങൾ 7:30 ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് ഉടനെ തന്നെ കാണാമേ. ബൈ.